മധ്യപ്രദേശിലെ കടുവാ സങ്കേതങ്ങളിൽ ഒരു 14 വർഷം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സഫാരി വണ്ടിയായിട്ട് കാട്ടിൽ പോകുന്ന സമയത്ത് 500-ലധികം കടുവയുടെ സൈറ്റിംഗ് എങ്കിലും എനിക്ക് കണ്ടിട്ടുണ്ട്. അപ്പോഴൊന്നും കടുവയെ കണ്ട് പേടിച്ചിട്ടില്ല. ചില സമയത്തൊക്കെ കടുവ നമ്മുടെ വണ്ടിയുടെ തൊട്ടടുത്ത് വരെ വരാറുണ്ട്. ഒരുപക്ഷെ കടുവയെ കണ്ട് ആദ്യമായിട്ട് പേടിച്ചിട്ടുള്ളത് സുന്ദർബൻസ് എന്ന് പറഞ്ഞൊരു കാട്ടിൽ ചെന്ന് കടുവയെ കണ്ടപ്പോഴാണ്. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഇന്ന് ഞാൻ ഒരു കഥയായിട്ട് വരുന്നത് സുന്ദർബൻസിലെ കഥയാണ്. ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽക്കാടായ സുന്ദർബൻസിലെ മൃഗങ്ങളെയും അവിടുത്തെ കടുവകളെക്കുറിച്ചുള്ള കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. സുന്ദർബൻസ് എന്ന് പറയുമ്പോഴത്തേക്കിന് കൽക്കട്ടയിൽ നിന്ന്, പശ്ചിമ ബംഗാളിലെ കൽക്കട്ടയിൽ നിന്ന് ഒരു 4 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു യുണീക്കായിട്ടുള്ളൊരു ഫോറസ്റ്റാണത്. നമുക്ക് ബോട്ടിൽ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. കാട്ടിലോട്ട് പോകണമെന്നെങ്കിൽ നിങ്ങളറിയാം, ചിലപ്പോൾ സഫാരിക്കൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, നമുക്ക് സാധാരണ സഫാരിക്ക് പോകുമ്പോഴത്തേക്കിനൊന്ന് ചെന്നിട്ടൊരു വണ്ടി ഹയർ ചെയ്തിട്ട് വണ്ടിയിലാണ് സഫാരി, ഓപ്പൺ ജീപ്പിലാണ് സഫാരി പോകുന്നത്. അല്ല, ചില സമയത്ത് കാസിരംഗലൊക്കെ പോയി ആനപ്പുറത്ത് സഫാരി പോകാൻ പറ്റും. പക്ഷേ ബോട്ടിൽ മാത്രം കാട്ടിൽ സഫാരി ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് സുന്ദർബൻസ്. ഏകദേശം 13 വർഷം മുമ്പ് 2012 ഞാൻ കൽക്കട്ടയിൽ വന്നിറങ്ങി. ഞാനൊരു നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ട്രിപ്പിൻ്റെ ഭാഗമായിരുന്നു സുന്ദർബൻസ്. കൽക്കട്ടയിൽ വന്നിറങ്ങിയിട്ട് അവിടുന്ന് സദർ എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റ് ഉണ്ട്, അവിടെ പോയിട്ടാണ്, അവിടെ ഒരു ബാക്ക് പാക്കേഴ്സ് സുന്ദർബൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അവരാണ് ഈ സഫാരിയൊക്കെ ഓർഗനൈസ് ചെയ്ത്. അവിടെ ചെന്നപ്പോൾ ഞാൻ എൻ്റെ 5 സുഹൃത്തുക്കളെ കണ്ടുമുട്ടി. എൻ്റെ ഒരു സുഹൃത്ത് അവളവിടെ ഡെൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ US നിന്നുള്ള 2 പയ്യന്മാർ, മൺട്രോ എന്ന് പറഞ്ഞൊരു ഓസ്ട്രേലിയക്കാരനൊരു അപ്പച്ചൻ. ഞങ്ങളിങ്ങനെ 5 പേരായിരുന്നു അന്നത്തെ സഫാരിക്ക് പ്ലാൻ എടുത്തത്. എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ നിന്ന് യാത്ര ചെയ്തു. സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 3-4 മണിക്കൂർ വണ്ടിയിൽ യാത്ര ചെയ്ത് സുന്ദർബൻസിലെത്തിയപ്പോൾ ഞങ്ങളുടെ ബോട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ബോട്ടിൽ കയറിയിട്ട് നേരെ ചെന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസിൽ ചെന്നിട്ട് പിറ്റേ ദിവസമാണ് ഞങ്ങൾക്ക് പിറ്റേ ദിവസത്തെ സഫാരിക്ക് വേണ്ടിയിട്ടുള്ള എൻട്രി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ ചെന്നു. ബോട്ടിൽ കയറി ചെന്ന് എൻട്രി ടിക്കറ്റ് മേടിച്ച് തിരിച്ച് ഞങ്ങൾ ബോട്ട് എടുത്തുകൊണ്ട് ഒരു ഗ്രാമത്തിൻ്റെ അങ്ങോട്ട് പോയി. അപ്പോൾ ഉച്ചയായ സമയം, ഉച്ചയ്ക്ക് ഞങ്ങളുടെ ലഞ്ച് അറേഞ്ച് ചെയ്തിരുന്നത് സുന്ദർബൻസിലെ അവിടെയുള്ള ഗ്രാമപ്രദേശത്തുള്ളൊരു വീട്ടിലായിരുന്നു. അപ്പം ബോട്ടിലിങ്ങനെ പോകുന്ന സമയത്ത് നമുക്കൊരു ടിപ്പിക്കലായിട്ടുള്ള സുന്ദർബൻ്റെ കാഴ്ച കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം വെള്ളമാണ് 4 സൈഡും. കുറേയേറെ മാംഗ്രോവ് ഫോറസ്റ്റ്, കണ്ടൽക്കാടുകൾ ഇങ്ങനെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. അവിടെയായിട്ട് കുറേയേറെ സൈഡുകളിൽ മൊത്തം ഫിഷിംഗ് വില്ലേജ്, ഓലയൊക്കെ മേഞ്ഞിട്ടുള്ള കുറേയേറെ ഗ്രാമങ്ങളും വീടുകളും എല്ലാം കാണാൻ പറ്റി. ഞങ്ങൾ എന്നിട്ട് ബോട്ട് കൊണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ ഇറങ്ങിയിട്ട് കുറച്ചൊരു 1/2 കിലോമീറ്റർ നടന്നിട്ടൊരു വീട്ടിൽ പോയപ്പോൾ അവിടെ ലഞ്ച് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ കറിയൊക്കെ കൂട്ടിയിട്ടുള്ള ഫ്രൈഡ് ഫിഷും മീൻ കറിയും ഒക്കെ ആയിട്ട് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. നമ്മുടെ കേരളത്തിലെ മീൻ കറിയോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അതിന്. ഞങ്ങൾ മീനൊക്കെ കൂട്ടി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾ ഗ്രാമപ്രദേശത്തൂടെ നടക്കാനിറങ്ങി. ഞങ്ങളൊരു 1 മണിക്കൂറൊക്കെ നടന്നു കഴിഞ്ഞിട്ട് അവർ പിന്നീട് ഞങ്ങൾക്കൊരു ചെറിയൊരു തുഴയുന്നൊരു ബോട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ വഞ്ചി. ആ വഞ്ചിയെ കയറിയിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ബോട്ടിൻ്റെ അങ്ങോട്ട് തുഴയാൻ തുടങ്ങി. ഏകദേശം 1 കിലോമീറ്റർ ബോട്ടിലിങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങി. അപ്പം ബോട്ടിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കിന്, ഈ ചെറിയ വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കണ്ടൽക്കാടുകൾ അടുത്ത് കാണാൻ പറ്റും. അടുത്ത് കാണുന്ന സമയത്ത് തന്നെ കുറേയേറെ ക്രാബ്സ് ഉണ്ട് അവിടെ. വളരെ യൂണീക്കായിട്ട് തോന്നി. ഫിഡിലേഴ്സ് ക്രാബ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൈക്ക് മാത്രം വലുപ്പം കൂടിയ ഒരു ഫിഡിലേഴ്സ് ക്രാബുകൾ, പിന്നെ നല്ല പർപ്പിൾ കളറിൽ, നീല കളറിലുള്ള കുറേ ക്രാബുകൾ, പിന്നെ ഹോർഷൂ ക്രാബ് എന്ന് പറഞ്ഞൊരു ക്രാബിനെ കാണാൻ പറ്റി. പിന്നെ മഡ് സ്കിപ്പേഴ്സ്, ഈ വെള്ളത്തിന് വെളിയിൽ വന്നിട്ട് ഈ ചെളിയുടെയൊക്കെ മുകളിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു തരം ഫിഷുണ്ട്, അതിന് മഡ് സ്കിപ്പേഴ്സ് എന്നാണ് പറയുന്നത്. ആ മഡ് സ്കിപ്പേഴ്സിനെ കാണാൻ പറ്റി. ഇതിനെല്ലാം കണ്ട് പിന്നെ ടിപ്പിക്കലായിട്ട് കാണാൻ പറ്റി അവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാർ ഫ്രൈ ഫിഷിംഗ് നടത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ വല കൊണ്ട് കോരിയിട്ട് ചെറിയ പ്രോൺസിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചിട്ട് അത് പിറ്റേ ദിവസം മാർക്കറ്റിൽ കൊണ്ട് വിറ്റ് കാശാക്കുന്നുണ്ട്. അവർക്ക് പൈസ സമ്പാദിക്കാൻ പറ്റുന്നുണ്ട്. അത് ചെയ്യുന്ന ആൾക്കാരെ കണ്ടു. എന്നിട്ട് തിരിച്ച് ഞങ്ങളുടെ വള്ളം ഞങ്ങളുടെ ബോട്ടിനടുത്ത് അടുപ്പിച്ചു. അടുപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഏകദേശം വൈകുന്നേരം ആയ സമയത്ത് ഞങ്ങൾ ബോട്ടിലാണ് അന്ന് കിടന്നുറങ്ങണത്. അതിനു മുമ്പ് ലോക്കലായിട്ടുള്ള 1-2 ആൾക്കാരൊക്കെ, പാട്ട് പാടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ പാട്ടൊക്കെ പാടി. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മൺട്രോ എന്ന് പറഞ്ഞ ആൾ കുറേ നേരം ഡാൻസൊക്കെ കളിച്ചു. അപ്പോഴത്തേക്കിന് കുറേ തവളകളുടെ സൗണ്ട് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് വെളിയിൽ. അപ്പം ഞാൻ ബോട്ടിൽ നിന്ന് എൻ്റെ ക്യാമറയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് ഗ്രാമത്തിൽ പോയിട്ട് കുറേയേറെ തവളകളുടെ ഫോട്ടോ എടുത്തു. സ്പെഷ്യലായിട്ട് ഈ ഗ്രീൻ പോണ്ട് ഫ്രോഗ് എന്ന് പറഞ്ഞൊരു തവള, ഒറീസ ക്രിക്കറ്റ് ഫ്രോഗ് എന്ന് പറഞ്ഞൊരു തവള, ഇതിൻ്റെയൊക്കെ വളരെ കോമൺ ആയിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം ഞാൻ ഫോട്ടോ എടുത്തു. എന്നിട്ട് തിരിച്ച് വന്നിട്ട് ബോട്ടിൽ കയറിയിട്ട് ഡിന്നർ കഴിച്ചിട്ട് ഞങ്ങൾ ബോട്ടിൽ തന്നെയാണ് കിടന്നുറങ്ങിയത്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ബോട്ട് മൂവ് ചെയ്തിരുന്നു. കാരണം
ഫസ്റ്റ് ലൈറ്റിന് നമുക്ക് പാർക്കിൽ എൻ്റർ ചെയ്യാം. പാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക, വലിയ കനാൽസാണ്. ആ കനാൽസിൻ്റെ അകത്തോട്ടാണ് ബോട്ട് പോയിട്ട് കാടിനകത്തോട്ട് എൻ്റർ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ എഴുന്നേറ്റപ്പോഴത്തേക്കിന് തന്നെ ബോട്ട് പോയി പെട്ടെന്ന് തന്നെ റെഡിയായി പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് ക്യാമറയും ബൈനോക്കുലറും ഒക്കെ ആയിട്ട് വന്നിട്ട് ബോട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് നമ്മൾ സ്കാൻ ചെയ്ത് തുടങ്ങി എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. അപ്പം ടിപ്പിക്കലായിട്ട് ഇഷ്ടംപോലെ മാംഗ്രോവ് കാണാൻ പറ്റി. പോകുന്ന വഴിക്ക് സോൾട്ട് വാട്ടർ ക്രൊക്കഡൈൽ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൊക്കഡൈലാണ്, മുതലയാണ് ഈ സോൾട്ട് വാട്ടർ ക്രൊക്കഡൈൽ, അതിനെ കാണാൻ പറ്റി. പിന്നെ കുറേയേറെ വാട്ടർ മോണിറ്റേഴ്സ്, ഈ വെള്ളത്തിൽ ജീവിക്കുന്ന വെള്ളത്തോട് കൂടുതലായിട്ട് ജീവിക്കാൻ പറ്റുന്ന നമ്മുടെ നാട്ടിൽ കാണുന്ന ഉടുമ്പിൻ്റെ വലിയൊരു വർഗ്ഗം, നല്ല സൈസുള്ള ഉടുമ്പുകളെ കുറേ കാണാൻ പറ്റി. കുറേയേറെ പക്ഷികളെ കണ്ടു. വൈറ്റ് ഐസ് വെള്ളക്കണ്ണി കുരുവികളെ കണ്ടു, അയോറ എന്ന് പറഞ്ഞ പക്ഷികളെ കണ്ടു, കോളേഡ് കിങ് ഫിഷർ എന്ന് പറഞ്ഞൊരു പക്ഷിയെ കണ്ടു. പിന്നെ രസകരമായിട്ട് തോന്നി അവിടെ റീസസ് മെക്കാക്ക്, നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്ന മുഖവും ബാക്കും ഒക്കെ നല്ല ചുവപ്പ് നിറത്തിലുള്ള റീസസ് മെക്കാക്കുകളൊക്കെ ഈ ഇതിൻ്റെ മാംഗ്രോവ് ഫോറസ്റ്റിൻ്റെ അകത്ത് കണ്ടു. പന്നികളുടെ ഒരു കൂട്ടം അതിൻ്റെ അകത്തോട് ഓടിപ്പോകുന്നത് കണ്ടു. പിന്നെ കുറേയേറെ സ്പോട്ടഡ് ഡിയർ, പുള്ളിമാനെ കണ്ടു അവിടെ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നു. ഓർത്ത് നോക്കി നമ്മുടെ നാട്ടിലൊക്കെ കാട്ടിലൊക്കെ വയനാട്ടിലും ബന്ദിപ്പൂരും ഒക്കെ പോകുന്നവർക്ക് അല്ലെങ്കിൽ പറമ്പിക്കുളത്തൊക്കെ പോയിട്ടുള്ളവർക്ക് ഇഷ്ടംപോലെ പുള്ളിമാൻ ഇങ്ങനെ കാട്ടിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. ആ പുള്ളിമാൻ ഈ ചതുപ്പിൽ വന്ന് ജീവിച്ചാൽ എങ്ങനെ ഇരിക്കും? അതൊരു ഭയങ്കര യുണീക്കായിട്ട് തോന്നി. അതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ ബോട്ടിൻ്റെ ഗൈഡ് അവിടെ നിന്നിട്ട്, ഡ്രൈവർ അവിടെ നിന്നിട്ട് പെട്ടെന്ന് കാറിൽ പോകാൻ തുടങ്ങി. എന്ന് പറഞ്ഞ് കാവ് 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 എന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളോട് ഇവനെ ഇവിടുന്നാടാ ഈ മാംഗ്രോവിൻ്റെ നടുക്ക്, ഈ കണ്ടൽക്കാടിൻ്റെ നടുക്ക് അവിടെ ഇവനിപ്പോൾ പശുവിനെ കണ്ടെന്ന്. ഞങ്ങൾ ബോട്ട് സ്ലോ ആക്കിയിട്ട് ഞങ്ങൾ ബൈനോക്കുലർ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് എന്താ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുളക്കോഴിയിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന കുളക്കോഴി, വൈറ്റ് ബ്രസ്റ്റഡ് വാട്ടർ ഹെൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കുളക്കോഴി സൗണ്ട് വെക്കുന്നത് കൗ 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 എന്നുള്ളത്. അപ്പോൾ അവൻ ആ കൗവിന് ആ സൗണ്ടിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് ആ പക്ഷിയെ കാണിച്ചു തന്നായിരുന്നത്. അപ്പം കുറച്ച് നേരം ഇതൊക്കെ നോക്കി നിന്നു. ഇതൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങളിങ്ങനെ ബോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക, രണ്ട് സൈഡ് സ്കാൻ ചെയ്യുന്നുണ്ട്. അധികം ആനിമൽസ് ഒന്നുമില്ല. അപ്പോൾ കാട്ടിൽ സാധാരണ പോയിട്ടുള്ളവർക്കറിയാം സുന്ദർബൻസിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ ആനിമൽസിനൊന്നും ഒരിക്കലും കാണാൻ പറ്റില്ല. ഒരു 5-6 സ്പോട്ടഡ് ഡിയർ, അല്ലെങ്കിൽ കുറച്ച് കുരങ്ങുകൾ, കുറച്ച് പന്നികൾ, ഇങ്ങനെയുള്ള ജീവികളൊക്കെ കാണുമ്പോൾ നമ്പർ വളരെ കുറവായിരിക്കും. അതേസമയം അവിടെ കടുവകളുമുണ്ട്. അപ്പം ഞാനിപ്പോഴും ഓർക്കണുണ്ട്, അന്ന് ഞാൻ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് 9:35 സമയം, കാരണം എൻ്റെ ക്യാമറയ്ക്കകത്ത് ആ ടൈമൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദൂരെ ഒരു 200-300 മീറ്ററായിട്ട് 2 കാക്ക അവിടുന്ന് പറന്നു പോകുന്നുണ്ട്. അപ്പോൾ ഞാനെന്ത് ചെയ്യുന്നത്, എൻ്റെ ബൈനോക്കുലർ എടുത്തിട്ട് ഞാൻ കാക്ക ഇങ്ങനെ ഒബ്സർവ് ചെയ്തു. അപ്പോൾ കാക്കകൾ ഇങ്ങനെ പറന്നു പോയി. എന്നിട്ട് ഞാൻ പതിയെ ആ കണ്ടൽക്കാടിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ സ്കാൻ ചെയ്താൽ തുടങ്ങി. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം കണ്ടത്, വെള്ളത്തിലൊരു കടുവ ഇരിക്കുമായിരുന്നു. കടുവ വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് പതിയെ കാടിൻ്റെ അകത്തോട്ട് നടന്നു പോകുന്നത് കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ സ്ക്രീം ചെയ്ത് ലിറ്ററലി അവിടെ കിടന്ന് കാറി, ഗായ്സ് ദർ ഇസ് എ ടൈഗർ, എല്ലാവരും അവിടെ ഒരു കടുവയുണ്ടെന്ന്. അപ്പോൾ തന്നെ ബാക്കിയുള്ള 5 പേരും വന്നു, ബോട്ടിൻ്റെ ക്രൂസും ബാക്കി എല്ലാവരും വന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒരു കടുവ അങ്ങോട്ട് നടന്ന് കയറിയിട്ടുണ്ടെന്ന് പറയും. ഞങ്ങൾ പതിയെ അപ്രോച്ച് ചെയ്തപ്പോഴത്തേക്കിന് എന്താ കണ്ടേ, ഒരു കടുവ അവിടെ നിന്ന് പതിയെ നടന്നു പോയിട്ട് അവിടെ സൈഡിൽ ഇരിക്കുന്ന കണ്ടേ. അപ്പം ബോട്ടിൽ നിന്ന് ഞങ്ങളിങ്ങനെ പടം എടുക്കാൻ തുടങ്ങി. ഞാനിപ്പോഴും ഓർക്കുന്നു, എൻ്റെ ക്യാമറ വെച്ച് ഞാൻ കുറേയേറെ പടം എടുക്കുന്ന സമയത്ത് കടുവയുടെ മുഖം എന്ന് പറഞ്ഞൊരു ഭയങ്കര ഭീതിപ്പെടുത്തുന്ന മുഖമായിരുന്നു. ഞാൻ കുറേ കടുവകളെ കാട്ടി കണ്ടിട്ടുണ്ടെങ്കിലും നമുക്കറിയാം, നമ്മൾ പേടിച്ചിട്ടില്ല. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ദേഷ്യപ്പെട്ടിരുന്നാലോ നല്ല ആംഗ്രി ഫേസിലാണെങ്കിൽ നമുക്കറിയാം, ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം അവൻ ഹാപ്പി അല്ലെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ കുറേ കടുവ കണ്ടിട്ടുള്ളതുകൊണ്ട് ആ കടുവയുടെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവൻ ആൾ ഹാപ്പിയല്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുറേയേറെ കഥകൾ വായിച്ചിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദർബൻസിലെ കടുവകളൊക്കെ മാൻ ഈറ്റിംഗ് ടൈഗേഴ്സ് എന്നാണ്. അവിടെ പോകുന്ന ആൾക്കാരെ പിടിച്ച് തിന്നുന്ന കടുവകളെന്നാണ്. ഞാൻ ഓർത്ത് ഈ കടുവ നമ്മുടെ ബോട്ടിലോട്ട് ചാടിക്കയറി നമ്മളെ പിടിക്കാൻ വരുമെന്ന് ഓർത്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ ബോട്ടിൻ്റെ ഡ്രൈവറും ക്രൂ ഒക്കെ പറയും, സാറ് പേടിക്കൊന്നും വേണ്ട, ഈ കടുവ ബോട്ടിലോട്ട് ചാടിക്കയറും. ഞാൻ പറഞ്ഞു, ഐ ഡോണ്ട് കെയർ, നിങ്ങളൊരു വടി കൊണ്ടുവെക്ക്, അല്ലെങ്കിൽ എനിക്ക് പേടിയാന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവരൊരു ബോട്ട് തള്ളുന്ന ഒരു കഴുക്കോലൊക്കെ എടുത്ത് സൈഡിൽ കൊണ്ടുവച്ചു. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ ബോട്ടിൽ നിന്ന് പടമൊക്കെ എടുത്ത്. അപ്പം സുന്ദർബൻസിലൊരു ബോട്ടുകളെല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബോട്ടിന് റിവേഴ്സ് ഗിയർ ഇല്ല. അപ്പം ബോട്ട് പതിയെ സ്ലോ ആക്കിയിട്ട് ഇങ്ങനെ കടുവയുടെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. കുറേയേറെ പടങ്ങൾ എടുത്തിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് പോയിട്ട് ഒരു 100-200 മീറ്റർ ഫ്രണ്ടിൽ പോയിട്ട് അവിടുന്ന് ബോട്ട് തിരിച്ചു വരും. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് കടുവ അവിടെ തന്നെ ഉണ്ടാകും. ഞങ്ങൾ പിന്നെയും കുറേ പടം എടുത്ത് ഒബ്സർവ് ചെയ്ത് പതിയെ പോയിട്ട് പിന്നെയും തിരിച്ചു. ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 12-15 മിനിറ്റ് ഞങ്ങൾക്ക് ഈ കടുവയെ കാണാൻ പറ്റി. അപ്പോൾ കടുവ പതിയെ അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് കണ്ടൽക്കാടിനകത്തോട്ട് ഇങ്ങനെ നടന്നു പോയി. അപ്പോൾ തന്നെ ഞങ്ങളെല്ലാം ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹൈ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. കാരണം കടുവയുടെ സൈറ്റിങ്സ് ആ സമയത്ത് 12-13 വർഷം മുമ്പൊക്കെ കടുവയുടെ സൈറ്റിംഗ് സുന്ദർബൻസിൽ വളരെ അപൂർവമാണ്. എനിക്കറിയാം, എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ കൂട്ടത്തിലുണ്ട് ആ പെൺകുട്ടി, അവൾ 5 പ്രാവശ്യം സുന്ദർബൻസിൽ പോയിട്ടുണ്ട്, അവൾ കണ്ടിട്ടില്ല. എൻ്റെ ഒരു സുഹൃത്ത് അവിടെ 2 വർഷം ആ സമയത്ത് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ 2 വർഷമായിട്ട് അവിടെ കാട്ടിൽ കയറിയിട്ട് അവന് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഞാൻ ആദ്യത്തെ ഒരു ബോട്ട് റൈഡിന് പോയപ്പോൾ തന്നെ എനിക്ക് കാണാൻ പറ്റി. അതൊരു ഭയങ്കര ലക്കായിട്ട് തോന്നി. ഞങ്ങളെല്ലാം അന്നേരം തന്നെ അവിടെ ഒരുമിച്ച് കൂടിയിരുന്ന ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം, ബോട്ടിൻ്റെ ക്രൂവും
ആ 5 പേരും എല്ലാവരുടെ ഒരുമിച്ച് ഇന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. എന്നിട്ട് 10-10:30 ആയപ്പോൾ പിന്നെ ഞങ്ങൾ ബോട്ടിൻ്റെ അകത്തൂടെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. പിന്നെ ബോട്ട് പതിയെ കനാലിൽ കൂടെ ഒക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ പോകുന്ന സമയത്ത് പിന്നെ കുറേ രസകരമായ കാര്യങ്ങൾ കണ്ടത് ഇരവാടി ഡോൾഫിൻ, അവിടെ ഉള്ളൊരു യുണീക്കായിട്ടുള്ളൊരു ഡോൾഫിനാണ്. ഇരവാടി ഡോൾഫിനെ കണ്ട്. പിന്നെ ഒരു വൈറ്റ് ബില്ലീഡ് സീകൾ, എനിക്കൊന്ന് മലയാളത്തിൽ പറയുന്ന വെള്ളവേരൻ കടൽ പരുന്തെന്നാണ് തോന്നുന്നു. ആ പരുന്ത് വന്ന് നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് എന്തോ അത് അതിൻ്റെ കാലിൽ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ തന്നെ ഇങ്ങനെ പറന്നുപോയി. 1-2 നല്ല ഫോട്ടോസൊക്കെ കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ കുറേ പക്ഷികളെയൊക്കെ കണ്ടു. മാംഗ്രോവ് പിട്ട എന്ന് പറഞ്ഞൊരു പക്ഷിയുടെ സൗണ്ട് കേട്ടു. ഇതിൻ്റെയൊക്കെ സൗണ്ട് കേട്ടു. പിന്നെ ഞങ്ങൾ പതിയെ തിരിച്ചു വരാൻ തുടങ്ങി. തിരിച്ചു വരുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ ബോട്ട് അവിടെ തിരിച്ചടുപ്പിച്ച് വൈകുന്നേരം തന്നെ നമുക്ക് തിരിച്ചു പോരണമായിരുന്നു. തിരിച്ചു പോരുന്ന സമയത്ത് വഴിക്ക് വെച്ച് ഞങ്ങളൊരു കാര്യം കണ്ടത്, കുറേയേറെ കുട്ടികൾ ഇന്ന് ഫുട്ബോൾ കളിക്കുന്ന. അപ്പോൾ ഞങ്ങളൊരു ടെമ്പോ ട്രാവലായിരുന്നു. ഞങ്ങളവിടെ വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുട്ടികളോട് ചോദിച്ചു, നമുക്കൊരു മാച്ച് കളിച്ചാലോ? ഞങ്ങൾ വണ്ടിക്കകത്ത് 7-8 ആൾക്കാരുണ്ടായിരുന്നു. പിള്ളേർ പറഞ്ഞു അതെന്നാ പിന്നെ. അപ്പോൾ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഗ്രാമത്തിലുള്ള പിള്ളേരൊക്കെ നല്ല ഫുട്ബോൾ കളിക്കാൻ എക്സ്പേർട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളവിടെ ഫുട്ബോളൊക്കെ കളിച്ച സമയത്ത് നമ്മൾ 3-0 തോറ്റുപോയി. എന്നിട്ട് പിന്നെ ഞങ്ങൾ പതിയെ കൽക്കട്ടയ്ക്ക് തിരിച്ചു വന്നു. ഞാൻ പിന്നെ ഒരു ദിവസം കൂടെ കൽക്കട്ടയിൽ താമസിച്ച് കൽക്കട്ടയിൽ ബൊട്ടാണിക്കൽ ഗാർഡനും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു. എന്നിട്ട് പിറ്റേ ദിവസം തിരിച്ചു പോന്നു. അപ്പം ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചും പേടിച്ചിട്ടുള്ളതിൽ വെച്ചും ഏറ്റവും യുണീക്കായിട്ടും തോന്നിയിട്ടുള്ള ഒരു കാടാണ് സുന്ദർബൻസ്. ഇനിയും എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ള, അങ്ങോട്ട് പോകാൻ താല്പര്യമുള്ളവരൊക്കെ നിങ്ങൾ ടൈം ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യണം. ഒരു പക്ഷേ ഡിസംബർ ജാനുവരി ഒക്കെ കഴിഞ്ഞിട്ട് സമ്മർ തുടങ്ങുന്ന സമയത്തൊക്കെ സൈറ്റിങ്സ് ഈ പ്രാവശ്യം കുറേ കൂടിയിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ കുറേ പേര് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നല്ല സൈറ്റിംഗ് ഒക്കെ ഇപ്പോൾ കിട്ടാറുണ്ട് കടുവയുടെ. നിങ്ങൾ പോകുന്ന സമയത്ത് സുന്ദർബൻസ് എൻജോയ് ചെയ്യുക. കാടിനെക്കുറിച്ച് ആദ്യം വായിച്ച് പഠിക്കുക. ഇതൊക്കെ വായിച്ച് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നല്ല സൈറ്റിംഗ് ഒക്കെ കിട്ടും. യുണീക്കായിട്ടുള്ള ഫോറസ്റ്റാണ്. ഇതാണ് ഞാൻ ഇന്നത്തെ കഥ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കീപ് വാച്ചിങ്. താങ്ക് യു സോ മച്ച്.